ഹർഷ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഉപ്പും മുളകും സീരിയലിലൂടെ ഫേമസ് ആയ സിദ്ധാർത്ഥ് പ്രഭുവിന്റെ വീഡിയോ നമ്മൾ കണ്ടത്. അദ്ദേഹം മദ്യപിച്ച റോഡിൽ കിടന്ന് പ്രശ്നമുണ്ടാക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു. ഈ വീഡിയോയ്ക്ക് തൊട്ട് മുൻപ് അദ്ദേഹം മദ്യപിച്ച് വാഹനം ഓടിച്ച ഒരു വ്യക്തിയെ ഇടിച്ചു തെറിപ്പിച്ചിരുന്നു. ആ വ്യക്തി മരണപ്പെട്ടു. ഇപ്പോൾ സിനിമാ മേഖലയിൽ, സീരിയൽ മേഖലയിൽ, അല്ലെങ്കിൽ പോട്ടെ യുവജനങ്ങൾക്കിടയിൽ വളരുന്ന ലഹരി, അല്ലെങ്കിൽ മദ്യപിച്ച് എന്തും ചെയ്യാം, എന്തിനും ലൈസൻസ് ഉണ്ട് എന്നുള്ളൊരു തരത്തിലേക്ക് നമ്മുടെ യുവതലമുറ പോകുകയാണ്. അതെ, തീർച്ചയായിട്ടും. ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒരു അഹങ്കാരമായി കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവർക്ക് എന്തും ചെയ്യാം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഇപ്പൊ നമുക്ക് കാണുന്നത് സാധാരണ ജനങ്ങൾക്കിടയിൽ മാത്രമല്ല, സെലിബ്രിറ്റികൾക്കിടയിൽ കുറച്ചധികമാണ്. അതായത് സാധാരണക്കാർക്കിടയിൽ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഈ സുരേഷ് ഗോപിയുടെ മകൻ ഇത്തരത്തിലൊരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മദ്യപിച്ച് സുഹൃത്തുക്കളോടൊപ്പം ചേർന്നുകൊണ്ട് റോഡിൽ വിഷയം ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. പ്രശ്നം ഉണ്ടാക്കുകയും പിന്നീട് പോലീസ് വന്ന് അനുനയിപ്പിച്ച് പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യം. അതിനപ്പുറം ഇപ്പോൾ സിദ്ധാർത്ഥ് പ്രഭുവിന്റെ ആണെങ്കിലും, അതായത് സാധാരണ ജനങ്ങൾക്ക് ഒരു വിലയില്ലാത്ത, അവരുടെ ജീവന് ഒരു വിലയില്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ലഹരി ഉപയോഗം സിനിമാ മേഖലയിൽ അധികമാണ് എന്ന് പല താരങ്ങളും അല്ലെങ്കിൽ അണിയറ പ്രവർത്തകരും ഇതിനു മുൻപും വന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും തന്നെയും സിനിമയിൽ ഇതൊക്കെ സ്വാഭാവികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇതൊക്കെ ഉപയോഗിച്ചാലാണ് യഥാർത്ഥ നടനം പുറത്തു വരികയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിക്കുന്ന ഒരു കൂട്ടം, പറഞ്ഞു വെക്കുന്ന ഒരു കൂട്ടം താരങ്ങളുണ്ട് എന്നുള്ളത്. അതെ, ഈ സിദ്ധാർത്ഥ് പ്രഭുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ കണ്ട മറ്റൊരു വീഡിയോ ഞാൻ ഓർക്കുകയാണ്. അന്നൂസ് ഫുട്പാത്ത് എന്ന് പറഞ്ഞിട്ട് അന്ന ജോൺസൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ വീഡിയോ, എനിക്കൊന്ന് ഞാൻ ഹർഷയെ കാണിച്ചിരുന്നു എന്ന് തോന്നുന്നു. അവർ കുറച്ച് നാളുകളായി പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്പർ 18 ഹോട്ടലുമായി ബന്ധപ്പെട്ട് നടത്തിയ നിശ പാർട്ടി, അതുമായി അതിൽ പിന്നീടുണ്ടായ ദുരൂഹതകൾ, 2 മോഡലുകളുടെ മരണം, അൻസി കബീർ, അതുപോലെ തന്നെ മറ്റൊരു മോഡൽ മരിച്ചത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെല്ലാം നമ്പർ 18 ഹോട്ടലിൽ അന്ന് രാത്രി നടന്ന സംഭവങ്ങൾക്ക് ബന്ധമുണ്ടെന്നാണ് അവർ കുറെ നാളുകളായി ആരോപിക്കുന്നത്. ഇതിന്റെ വീഡിയോകളെല്ലാം അവരുടെ ഗോപ്രോയിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സിദ്ധാർത്ഥിന്റെ ഈ വീഡിയോ പുറത്തു വന്ന അന്ന് തന്നെ അവർ ഇട്ട ഒരു വീഡിയോ ഉണ്ട്. സിദ്ധാർത്ഥെ, അന്നും നീ നമ്പർ 18 ഹോട്ടലിൽ ഉണ്ടായിരുന്നു, നീ ഈ വീഡിയോ പുറത്തു വിടരുതെന്ന് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ആ വീഡിയോ പുറത്തു വിടാത്തത്. പക്ഷെ അന്ന് നീ എനിക്ക് തന്നൊരു വാക്കുണ്ട്, ഇനി ഇങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ടു പോകില്ല, ഒരു പ്രശ്നത്തിൽ ഞാൻ ചെന്ന് വീഴില്ല എന്ന് തന്ന ഉറപ്പിന്റെ പുറത്താണ് ഞാൻ ആ വീഡിയോ ഒന്നും പുറത്തു വിടാതിരുന്നത്. പക്ഷെ നീ ആ വാക്ക് തെറ്റിച്ചു, അതുകൊണ്ട് ഞാനത് പുറത്ത് പറയുകയാണെന്ന് അവർ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾക്കറിയാവുന്ന യുവതലമുറയിൽപ്പെട്ട ഒരുപാട് പേരെ ഞാൻ അന്ന് നമ്പർ 18 ഹോട്ടലിൽ കണ്ടിരുന്നു. അന്നത്തെ നിശ പാർട്ടിയിൽ മുഴുവനായും വെളിപ്പെടുത്തുന്നില്ലെങ്കിലും അവർ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്ന് ഞാൻ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു. അതിൽ പിന്നെ എനിക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ആൾക്കാർ കുറെ പേർ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്, ജീവന് ഭീഷണിയുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും. ഇവർക്ക് ആരോപിക്കുന്ന ആരോപണങ്ങൾക്കൊന്നും സ്ഥിരീകരണമില്ല, ഇതിന്റെ തെളിവുകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇത്തരം കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ ഒരു സംശയം, ഓക്കെ, ഇതിലെന്തോ സത്യമുണ്ട് എന്നൊരു തോന്നൽ നമുക്കിടയിൽ ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് നമ്മുടെ യുവതലമുറയിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഇൻഫ്ലുവൻസർമാരായിക്കോട്ടെ, സിനിമാ നടന്മാർ, സീരിയൽ നടന്മാർ, ഈ യുവാക്കളുടെ ഇടയിൽ വളരെ സുലഭമായി തന്നെ ഈ പറയുന്ന ലഹരി എല്ലാം കിട്ടുന്നുണ്ട്. സിദ്ധാർത്ഥ് ആ വീഡിയോയിൽ മദ്യപിച്ചാണ് കാണപ്പെടുന്നത്. മദ്യപിക്കാം, സോഷ്യൽ ഡ്രിങ്കിങ് ഈസ് ഫൈൻ, നമുക്ക് ഇല്ലീഗലായിട്ടൊന്നും ചെയ്യുന്നതല്ല, വ്യക്തിപരമായ കാര്യങ്ങളാണ് അത്. നമ്മൾ ഇല്ലീഗലായിട്ടൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ സർക്കാർ തുറന്നു വെച്ചിരിക്കുന്ന ബിവറേജുകളിൽ നിന്ന്, അവർ അനുമതി കൊടുത്ത ബാറുകളിൽ നിന്നൊക്കെയാണ് മദ്യം വാങ്ങുന്നതും കഴിക്കുന്നതും. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ മദ്യപിച്ച് വണ്ടി ഓടിക്കാനുള്ള അധികാരം ഈ നാട്ടിൽ ആർക്കും ഒരു നിയമവും കൊടുത്തിട്ടില്ല. കാരണം സ്വബോധത്തിലായിരിക്കില്ല. അപ്പോൾ റോഡിലുള്ള ആൾക്കാരുടെ സുരക്ഷ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. വണ്ടിയിലിരിക്കുന്ന ആളുകളെ പോലെ കാൽനട യാത്രക്കാർക്കും മറ്റു യാത്രക്കാർക്കും എല്ലാം തന്നെ ജീവന് വിലയുണ്ട്. അതുകൊണ്ട് തന്നെ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? സ്വയം ബോധ്യമുണ്ടാവുക, ഞാൻ കാരണം മറ്റൊരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകരുതെന്നുള്ളൊരു ബോധ്യം ഉണ്ടാവുക. അതെ, ഇപ്പോ ഈ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെയുള്ള ഈ സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ യുവതലമുറയിലുള്ള താരങ്ങൾ, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ലഹരി ഉപയോഗിച്ചില്ലെങ്കിൽ അഭിനയിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കുറെ താരങ്ങൾ. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇതിനു മുൻപ് ഒരുപാട് വർഷങ്ങളായിട്ട് ഈ പറയുന്ന സിനിമ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ലഹരി ഇതുവരെ തൊട്ടുപോലും നോക്കാത്ത ആളുകൾ ഇതിനകത്തുണ്ട്. അവരെല്ലാവരും കൃത്യമായി ഇത്തരത്തിലുള്ള നമ്മൾ രസിക്കുന്ന രീതിയിൽ പല വീക്ഷണങ്ങളും ചെയ്തു വെച്ച് പോയ ആളുകളാണ്. ഇനി അതിനപ്പുറത്തേക്ക് ഇന്നത്തെ ലഹരി ഉപയോഗം, സിനിമ മേഖലയിൽ ലഹരി ഉണ്ട്, അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗം ഒരുപാടാണോ, അത് അല്ലെങ്കിൽ തടയണം, അല്ലെങ്കിൽ ഇതിനൊക്കെ കണ്ടീഷൻ വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പല സംഘടനകളും രംഗത്ത് വന്നിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനെയൊക്കെ അടിച്ചമർത്തിക്കൊണ്ട്, അതിന്റെയൊക്കെ ശബ്ദം ഇല്ലാതെ ആക്കിക്കൊണ്ട് വീണ്ടും ലഹരി മാഫിയ സിനിമ മേഖലയെ പിടിമുറുക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിലൂടെ തന്നെ സാധാരണപ്പെട്ട ജനങ്ങളുടെയും, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി
ലഹരി ഉപയോഗിച്ചുകൊണ്ട് ക്രൂരകൃത്യങ്ങൾ നടത്തുന്ന ഒരുപാട് യുവാക്കളുടെ വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. അതില് മദ്യം ഒരു ഫാക്ടർ അല്ല എന്ന് സർക്കാർ പറയുമ്പോൾ പോലും, അല്ലെങ്കിൽ മദ്യം ഒരു ഫാക്ടർ അല്ല എന്ന് പലരും പറയുമ്പോൾ പോലും, മദ്യമാണ് പ്രാഥമികമായി ഇത്തരത്തിലുള്ള കൃത്യങ്ങൾക്ക് ഏറ്റവും ബേസ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ ഈ ഒരു കേസിലാണെങ്കിൽ പോലും മറ്റു ലഹരികൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതിന് മുൻപ് മദ്യപിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും പ്രകടനങ്ങളും. അതിനുശേഷം റോഡിൽ വെച്ച് ബഹളം ഉണ്ടാക്കുന്നു, റോഡിൽ കിടക്കുന്നു. ആരും പ്രതീക്ഷിക്കാത്ത ഒരു മുഖമാണ് പലരുടെയും പല സമയങ്ങളിലായി പുറത്തു വരുന്നത് എന്നുള്ളത്. ഈ പല മരണങ്ങൾക്കും അല്ലെങ്കിൽ പല ദുരൂഹതയേറിയ സിനിമാ താരങ്ങളുടെ മരണങ്ങൾക്കും പിന്നിലും പല താരങ്ങളും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഇപ്പോൾ ഈ നടി ആക്രമിച്ച കേസിൽ ദിലീപിന്റെ പേര് പുറത്തു വന്നപ്പോൾ ഉണ്ടായ അതേ അനുഭവം തന്നെയാണ് ഈ സിദ്ധാർത്ഥ് പ്രഭുവിനെ ഇത്തരത്തിൽ നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്പർ 18 ഹോട്ടലിലെ നിഷ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള പേര് നമ്മൾ കേട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെ, നമ്മൾ പുറത്തുനിന്ന് കാണുന്ന താരശോഭ സിനിമാ മേഖലയിലും അതുപോലെ തന്നെ സീരിയലിലായിക്കോട്ടെ ഈ മേഖലകളിലൊന്നും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. സിനിമാ മേഖലയിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ യുവാക്കൾക്കിടയിൽ പൊതുവെ ഒരു ലഹരി ഉപയോഗ ട്രെൻഡ് കൂടുതലാണ്. പിയർ പ്രഷറിന്റെ പുറത്ത് ആൾക്കാർ, കൂട്ടുകാർ ഉപയോഗിക്കുന്നു, ഞാൻ ഉപയോഗിക്കുന്നു, അത് കഴിഞ്ഞ് കുറച്ച് മാസ് കാണിക്കാമെന്ന് വിചാരിച്ച് റോഡിലേക്ക് വണ്ടിയുമായിട്ട് ഇറങ്ങുന്ന മനുഷ്യരെല്ലാം തന്നെ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട മനുഷ്യർ തന്നെയാണ്. തീർച്ചയായിട്ടും സിദ്ധാർത്ഥ് പ്രഭുവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്കിത് എത്രത്തോളം അത്ഭുതം അല്ലെങ്കിൽ എത്രത്തോളം നമ്മളൊക്കെ വിശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് പോകാൻ പ്രധാന കാരണം തട്ടിമുട്ടി എന്ന് പറയുന്ന ആ ഒരു സീരിയലിൽ ഇത്തരത്തിൽ ചെറിയ കുട്ടിയായിക്കൊണ്ട്, വളരെ ചെറുപ്പക്കാരനായിക്കൊണ്ട് നമ്മൾ കണ്ടു. നമ്മുടെ കൂടെ നമ്മൾ വളരുമ്പോൾ ആ സീരിയൽ നമ്മൾ കാണുമ്പോൾ നമ്മുടെ കൂടെ വളർന്ന ഒരു വ്യക്തിയായിട്ടാണ് സിദ്ധാർത്ഥ് പ്രഭുവിനെ നമ്മൾ കാണുന്നത്. ആ സീരിയലിലെ എല്ലാവരെയും തന്നെയും, ഈ പറയുന്ന സിദ്ധാർത്ഥ് പ്രഭുവിനെ മാത്രമല്ല ബാക്കിയുള്ള എല്ലാവരെയും നമ്മൾ അതുപോലെ നമ്മുടെ കുടുംബത്തെ പോലെ കണ്ടുകൊണ്ട് നിന്നിടത്തു നിന്നും ഇത്തരത്തിലൊരു വളർച്ച, അല്ലെങ്കിൽ പിന്നീട് ഉപ്പുമുളകും പോലെ ഒരു സീരിയലിൽ, അത്രത്തോളം ജനപ്രിയമായ സീരിയലിൽ വരികയും അത്രത്തോളം ജനപ്രിയമായ സിദ്ധു എന്ന കഥാപാത്രത്തെ ചെയ്യുമ്പോൾ ആ ഒരു നമ്മൾ കൊടുക്കുന്ന ഒരു വിലയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു രൂപമുണ്ട്. അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്മസിന്റെ തലേദിവസം ഡിസംബർ 24-നായിരുന്നു ഈ ഒരു വീഡിയോ പുറത്തു വന്നതും ഈ ഒരു സംഭവം നടക്കുന്നതും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സമയത്തൊക്കെ തന്നെയും പലരും വിമർശനവുമായി രംഗത്ത് വരുമ്പോൾ പലർക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. ഇത് ഉപ്പുമുളകിലെ സിദ്ധു എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുന്നത് ഇവൻ ഇങ്ങനെയൊക്കെയാണോ എന്ന് ചോദിച്ചു. അതെ, മലയാളിയുടെ കൺമുന്നിൽ വളർന്നു വന്ന ഒരു കുട്ടിയാണ് സിദ്ധാർത്ഥ്. അതുപോലെ തന്നെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ സിനിമാ മേഖല ആയിക്കോട്ടെ, സീരിയൽ മേഖല ആയിക്കോട്ടെ, വേറെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് തരുന്ന ഏതൊരു മേഖലയും ആയിക്കോട്ടെ, ഇവരെല്ലാം ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നൊരു സാധനമുണ്ട്. ഇപ്പോൾ അവരെ ഇഷ്ടപ്പെടുന്ന, അവരെ അന്ധമായി ആരാധിക്കുന്ന ഒരു 10 പേരെങ്കിലും ഉറപ്പായും സമൂഹത്തിലുണ്ടാകും. ഇവരെ കണ്ട് ഇതുപോലെ ആകണം, ഇതാണ് ലൈഫ്, ഇതാണ് ജീവിതം, ഇതാണ് മാസ് എന്ന് വിചാരിച്ച് അതിനെ അനുകരിക്കുന്ന ഒരു തരത്തിലേക്ക് കുട്ടികൾ പോകാനുള്ള സാധ്യത വളരെ വലുതാണ്. നമ്മൾ ഈ ബുൾജെറ്റിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിരുന്നു. 7ലും 6ലും പഠിക്കുന്ന കുട്ടികളാണ് കേരളം കത്തിക്കും എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത്രയും ഇമ്പാക്ട് ഉണ്ടാക്കാൻ കേൾപ്പുള്ള ആൾക്കാരാണ് ഈ സെലിബ്രിറ്റികൾ. അത് ഈ സീരിയൽ നടനായാലും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയാൽ കൂടി അവർക്കതിനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം സമൂഹത്തിൽ ഇടപെടേണ്ടത്. ഒരു മാതൃകയാവുകയാണ് ഇവരെല്ലാം ചെയ്യേണ്ടത്. ഇപ്പോൾ സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൊണ്ട് പണം നേടുക എന്നതിലുപരി സമൂഹത്തിന് ഒരു മാതൃകയായി, നല്ല മനുഷ്യരായി ജീവിക്കുക എന്നുള്ളതാണ്.